ഇനി 5 നാൾ പിന്നിട്ടാൽ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തിരിതെളിയും. ജനുവരി 4 മുതൽ 8 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം ജില്ലയിൽ തകൃതിയായി പുരോഗമിക്കുകയാണ്. വേദികൾക്കെല്ലാം മൺമറഞ്ഞ സാംസ്കാരിക പ്രമുഖരുടെ പേര് നൽകി. 24 വേദികൾ, 230 ഇനങ്ങൾ, 14,000-ഓളം വരുന്ന മത്സരാർത്ഥികൾ, ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ. കലയുടെ മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി 5 നാൾ മാത്രം. കൊല്ലം ജില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. 15 വർഷത്തിനു ശേഷമാണ് കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. കലയുടെ മാമാങ്കത്തിന് വരവേൽക്കാൻ ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. ആശ്രമ മൈതാനമാണ് പ്രധാന വേദിയാകുന്നത്. ഇവിടെ 2000 VIP ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ 15,000 പേർക്ക് ഇരുന്ന് മത്സരങ്ങൾ ആസ്വദിക്കാം. സമീപത്തായാണ് മീഡിയ പവലിയനും ഒരുക്കിയിരിക്കുന്നത്. ആശ്രമ മൈതാനത്തെ ഈ മുഖ്യവേദി ഇത് 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ്. 2000 VIP കസേരകളടക്കം 12,000 കസേരകളാണ് നമ്മൾ ഈ വേദിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. 1600 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേജ് ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ 2 വശങ്ങളിലായിട്ട് വിവിധ പവലിയനുകളുടെ നിർമ്മാണം പൂർത്തിയായി. വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി. വേദികൾക്കെല്ലാം മൺമറഞ്ഞ സാംസ്കാരിക പ്രമുഖരുടെ പേരാണ് നൽകിയിട്ടുള്ളത്. പ്രധാന വേദിക്ക് കവി ONV കുറുപ്പിന്റെ പേര് നൽകി. 2ാം വേദിയായ സോപാനം ഓഡിറ്റോറിയത്തിന് നാടക പ്രതിഭ O മാധവന്റെ പേരും നൽകി. ഇവിടെയാണ് നാടക മത്സരങ്ങൾ അരങ്ങേറുക. ഇങ്ങനെ 24 വേദികൾക്കും ഇത്തരത്തിൽ മൺമറഞ്ഞ സാംസ്കാരിക പ്രമുഖരുടെ പേരാണ് നൽകിയത്. വേദികളുടെയും പന്തലുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച് 1-ാം തീയതി തന്നെ താക്കോല് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. പിന്നീട് 5 നാൾ കഴിഞ്ഞാൽ പിന്നെ കലകലക്കും കൊല്ലം. വീഡിയോ ജേർണലിസ്റ്റ് JB ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.